ഞാൻ തമാശക്കൂടെ പറയുന്നു, "ഊഫ്! നമ്മൾ ഈ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇനിയിപ്പോ കമൽ സാറൊക്കെ വിളിക്കണ പോലെ നമ്മളെ" എന്നൊക്കെ തമാശക്ക് പറയുമായിരുന്നു. പക്ഷെ തമാശ പറഞ്ഞത് ശരിക്കും നടന്നു. 2024 മലയാള സിനിമയിൽ ഭയങ്കര ഗംഭീര വർഷമായിരുന്നു. അപ്പം ഈ 2024 ഭയങ്കര ബൂസ്റ്റ് നൽകിയ സിനിമകളിലൊന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. അപ്പം അതിനുശേഷം 2025 വരുവാണ്. ഈ 2024 ബാലു വർഗീസ് ഒരു പഠിച്ചെടുത്ത ഒരു പാഠം എന്തായിരിക്കും നമുക്ക് നെക്സ്റ്റ് ഇയറിൽ അപ്ലൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? മെമ്മറബിൾ മൊമെന്റ് കമൽ സാറിന്റെ കോള് നമുക്ക് വന്നപ്പോഴാണ് നമ്മളെ എല്ലാവരെയും കാണാൻ വേണ്ടി പുള്ളി അങ്ങോട്ട് വിളിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര ഒരു ഞങ്ങള് ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ തമാശക്കൂടെ പറയുന്നു, "ഊഫ്! നമ്മൾ ഈ പാട്ടൊക്കെ ഇട്ടുകൊണ്ട് ഇനിയിപ്പോ കമൽ സാറൊക്കെ വിളിക്കണ പോലെ നമ്മളെ" എന്നൊക്കെ തമാശക്ക് പറയുമായിരുന്നു. പക്ഷെ ആ തമാശ പറഞ്ഞത് ശരിക്കും നടന്നു. കമൽ സാറിനെ വിളിച്ച് നമ്മള് നേരിട്ട് പോയി പുള്ളിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പൊ അത് അത് ഭയങ്കര ഒരു രസമുള്ള പരിപാടിയായിരുന്നു. പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോയപ്പോ അവിടെ പടത്തിന് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് കണ്ടിട്ട് നമ്മളുടെ ഭാഷയിൽ തന്നെ ആ സിനിമ അവിടെ ഭയങ്കര രസമായിട്ട് ആൾക്കാര് കാണുന്നും എല്ലാ ഇവിടുത്തെ ആളുകൾ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഇമോഷൻ കൂടുതലുണ്ടായിരുന്നു അവിടെ കാണുമ്പോൾ. അത് ഭയങ്കര രസമുള്ളതും പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. ഇപ്പോൾ ഈ സിനിമ 2025 നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നല്ല രസമുള്ള സിനിമകൾ വരും എന്ന് തോന്നുന്ന വർഷമാണ്. ഇപ്പം ഐഡൻറ്റിറ്റി ഉണ്ട്, രേഖാചിത്രമുണ്ട്, ഇപ്പം എന്ത് സ്വന്തം പുണ്യാളനുണ്ട്, പിന്നെ തുടരും സിനിമ വരും എന്ന് പറയുന്നു. അപ്പം മറ്റേത് നമ്മൾ 2024 ഒരു ബൂസ്റ്റ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിരുന്നു ഭയങ്കരമായിട്ട് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ 2025 സ്റ്റാർട്ടിങ്ങിലെ മലയാളികൾക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. അപ്പോൾ അതിനകത്തുള്ള ഒരു സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ക്വേക്കിനെസ് ആണെങ്കിലും രസമുള്ള ഒരു പ്ലോട്ടാണെന്നൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ മഹേഷ് മാധവ് ആദ്യമായിട്ടൊരു സംവിധാന സംരംഭമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ ഈ കോമഡി വരിക, അതിനകത്തൊരു ത്രില്ലർ എലമെൻറ്റ് വരിക എന്നൊക്കെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനെ തന്നെയാണോ ഓണർന്ന് അറിയില്ല. അപ്പം ഇത് തന്നെ എങ്ങനെയാണ് ഈ എന്ത് സ്വന്തം പുണ്യാളനും ഇതിൻ്റെ ഒരു ഓണറൊക്കെ രൂപപ്പെടുന്നത്? എന്ന് സ്വന്തം പുണ്യാളൻ ഒരു കംപ്ലീറ്റ് കോമഡി ഫാന്റസി ത്രില്ലർ ടൈപ്പ് ഓഫ് മൂവി അങ്ങനെ തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ് സിനിമ. അപ്പോൾ സോ അത് എല്ലാ ടൈപ്പ് ഓഫ് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സിനിമയായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ആദ്യം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. സോ ബാലചേട്ടനായാലും അർജുൻ ചേട്ടനായാലും അനശ്വരയാണെങ്കിലും ഇതുവരെ അവർ ഇതുവരെ കണ്ട സിനിമകളിൽ നിന്നും വ്യത്യസ്തമായൊരു ക്യാരക്ടറാണ് ഈ സിനിമയിൽ പോർട്രേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് കോമഡി ഇഷ്ടപ്പെടുന്നവർക്കും ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കും അങ്ങനെ മൊത്തത്തിൽ ഒരു ഫൺ കോമഡി ഫാൻറ്റസി പരിപാടിയാണ് എന്ന സ്വന്തം പുണ്യാളൻ. ഇപ്പോൾ വേറൊരു പ്രൊഫഷനായിട്ട് ഞാൻ മനസ്സിലാക്കിയിരുന്നിടത്തോളം UK-ലും ഒക്കെ ആയിട്ട് ഡിഫറെൻറ്റ് വേറൊരു സ്പേസിൽ നന്നായിട്ട് പോയിരുന്ന ഒരാളാണ്, ബിസിനസ് മാനാണ്. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് മൂവി ആയിട്ട് മലയാളത്തിലേക്ക് ഒരു സിനിമ നിർമ്മാതാവാനൊക്കെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ അതായത് ഈ സിനിമ വന്നപ്പോൾ നിർമ്മാതാവാൻ തീരുമാനിക്കുകയായിരുന്നോ? നിർമ്മാതാവ് ഒരിക്കലും അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇത് എല്ലാം ഒത്തു വന്നപ്പോഴത്തേക്കും പല സാഹചര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ ഒരു തീരുമാനം എടുക്കുകയായിരുന്നു. ഈ സിനിമ വളരെ നല്ലൊരു സിനിമയാണ്. അതിൻ്റെ പ്ലോട്ട് ആദ്യം കേൾക്കുമ്പോഴും പിന്നെ കാസ്റ്റിങ്ങും എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ട് മലയാള സിനിമയ്ക്ക് ഒരു സംഭാവനയാകുമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം നമ്മളതിലേക്ക് കിടക്കുന്നു.